നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ജമ്മു ആൻഡ് കാശ്മീരിലെയും ഹരിയാനയിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പുറത്തുവരുന്നത് ഒക്ടോബർ 4-ാം തീയതിയാണ്. ഒക്ടോബർ 5-ാം തീയതി നിർണായകമായ ഒരു നീക്കം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നടക്കും എന്ന് വ്യക്തമാകുന്നു. BJPയിലെ നിരവധി MPമാർ BJP വിടുന്ന ഒരു കാഴ്ച കാണേണ്ടി വരും. അതായത് BJPക്കുള്ളിൽ തന്നെ പൊട്ടലും ചീറ്റലും വ്യാപകമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ദേശീയ ട്രെൻഡ് എങ്ങോട്ടാണ് എന്ന് മനസ്സിലാക്കുന്നതോടുകൂടി BJP വിടാൻ MPമാരിൽ പലരും ഉദ്ദേശിക്കുന്നതായി ഇതിനോടകം റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. BJPയെ ഞെട്ടിച്ചുകൊണ്ടുള്ള ആ ഇൻ്റലിജൻസ് റിപ്പോർട്ട് വളരെ ഭയത്തോടെയാണ് അവർ കാണുന്നത്. ദേശീയ നേതൃത്വം ഇപ്പോൾ മനസ്സിലാക്കുന്നത്, ദേശീയ നേതൃത്വത്തിൻ്റെ പക്കൽ കാര്യങ്ങൾ സുരക്ഷിതമല്ല, ഏത് സമയവും ഭരണം കൈവിട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. രാജ്യസഭയിൽ കേവല ഭൂരിപക്ഷം NDAക്ക് പോലും ഇല്ല. പക്ഷേ അത് മാത്രമല്ല കാരണമായി കണക്കാക്കുന്നത്. ഇനി അടുത്തൊക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊന്നും തന്നെ വിജയിക്കാനോ കള്ളങ്ങൾ പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കാനോ കഴിയില്ല എന്ന് BJP നേതൃത്വത്തിന് അറിയാം. മോദി തരംഗം എന്ന രീതി, ആ ഒരു ഹൈപ്പ്, ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഹൈപ്പ് മാറിക്കഴിഞ്ഞിരിക്കുന്നു ഈ രാജ്യത്ത്. ഈ രാജ്യത്തെ ജനങ്ങളെ നികുതി കൊള്ളയടിച്ചുകൊണ്ട് സർക്കാർ നടത്തുന്ന വൻ കോർപ്പറേറ്റ് അഴിമതി, അത് ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കാൻ തന്നെയാണ് കോൺഗ്രസ് ഒരുങ്ങുന്നത്. നമുക്കറിയാം, സെബി ചെയർപേഴ്സണായ മാധവി ബുച്ച് അവർ നടത്തുന്ന ഇടപെടലുകൾ അതിഭയാനകം തന്നെയാണെന്ന് പറയാതിരിക്കാൻ വയ്യ. അദാനിയുടെ നിഴൽ കമ്പനികളിലേക്ക് അവർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയതുമായി ബന്ധപ്പെട്ട് ഹിഡൻസ്ബർഗ് റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂഴ്ത്തിവെച്ച് BJP ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. അവർ കേന്ദ്രത്തിൽ ഇരിക്കുന്നത് പ്രതിപക്ഷ MLAമാരെ, അന്വേഷണ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് ടാർഗറ്റ് ചെയ്ത് അവരെ വലിയ കുഴപ്പത്തിലേക്ക് ചാടിക്കാനാണ്. എന്നാൽ അതൊന്നും ഇനി യേശുകയില്ല എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത്. ഒക്ടോബർ 5-ാം തീയതി നിർണായകമായ നീക്കം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സംഭവിക്കും എന്നവർ ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഒക്ടോബർ 4-ാം തീയതിയോടുകൂടി തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ ഈ രണ്ട് പ്രദേശങ്ങളിലെയും ഭരണം കോൺഗ്രസ്സിലേക്ക്, കോൺഗ്രസ് സഖ്യകക്ഷിയിലേക്ക് ലഭ്യമാകും. അതോടുകൂടി ഇന്ത്യ മുന്നണിയുടെ ഗ്രാഫ് വീണ്ടും വളരും. നമുക്കറിയാം, ഇപ്പോൾ ഗ്രാഫിക്കലി നോക്കുമ്പോൾ ഇന്ത്യ ടുഡേ ഉൾപ്പെടെയുള്ളവർ സർവേ നടത്തുന്നതിൽ ഇന്ത്യ മുന്നണിയുടെ ഗ്രാഫ് വീണ്ടും വീണ്ടും വളരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നരേന്ദ്രമോദിയുടെ ആ ഒരു തരംഗം എന്ന് പറയുന്ന സോ കോൾഡ് ക്രിയേഷൻ ഇടിഞ്ഞ് താഴ്ന്നിരിക്കുകയാണ്. അതിനി ഒരിക്കലും ഹൈപ്പിലേക്ക് എത്തില്ല. അതിൻ്റെ മാക്സിമം ഹൈപ്പിലേക്ക് എത്തിയത് 303 സീറ്റ് എന്ന കണക്കിലാണ്. പിന്നെ അത് താഴോട്ട് പോയിട്ടേ ഉള്ളൂ. ഇപ്പോൾ അത് 240ആണ്. ഇനി അത് 200-ലും താഴെയാകും. വളരെ വൈകാതെ തന്നെ MPമാരിൽ പലരും രാജിവെക്കും. ഏറ്റവും കൂടുതൽ MPമാർ രാജിവെക്കാൻ പോകുന്നത് കർണാടകയിലാണ് എന്ന് DK ശിവകുമാർ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ കർണാടകയിൽ മാത്രമല്ല, പല പ്രദേശങ്ങളിലുള്ള MPമാർ രാജിവെക്കും. ഒരുപക്ഷെ ഒരു കൂട്ടരാജിയിലേക്കായിരിക്കും കാര്യങ്ങൾ പോകുന്നത് എന്ന കണക്കൂട്ടലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. BJPക്ക് വന്നിരിക്കുന്ന ഈ ഇൻ്റലിജൻസ് റിപ്പോർട്ട് അവർ ചങ്കിടിപ്പോടെയാണ് കാത്തുവച്ചിരിക്കുന്നത്.